ഞാന് അല്ലേ എൻ്റെ വേറൊരു അമ്മാവൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നലെ ഇവിടെയാണ് സ്റ്റേ ചെയ്തിട്ടുള്ളത്. ഈ അമ്മാവനാണ്. ഈ അമ്മാവനോട് പോകണ്ട. ഈ അമ്മാവനെ ലാലാന്നട്ടോ വിളിക്കല്. ലാലാന്നുള്ള പേരിന്റെ പിന്നിൽ ഒരു കഥ ഉണ്ട്. എന്തെങ്കിലും സിനിമ മമ്മൂട്ടിയുടെ ഒരു സിനിമ ഉണ്ട്, പൂവിന് പുതിയ പൂന്തന്നെ പറഞ്ഞിട്ട്. അതിലൊരു കുട്ടി ഉണ്ട്. ആ കുട്ടീനെ പോലെ ആയിരുന്നു പണ്ട് ലാലാത്ര. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ആ കുട്ടി ഇങ്ങനെ വർത്താനം പറയാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ റാഴാന്നാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ലാല ഉണ്ടായിട്ട് പിന്നെ ഞാനുണ്ടായപ്പോൾ ലാലനെ എന്നെ കൊണ്ട് ലാല നിർപ്പിച്ച്. ഇപ്പം എല്ലാവർക്കും ലാല തന്നെ, എല്ലാവർക്കും ലാല. ഇത് ലാലൻ്റെ മക്കളാട്ടോ, റയാന് റന അല്ലേ. ഇന്നലെ മുതലേ ഞങ്ങൾ കാത്തിക്കാണ്. ഇവര് ഉറങ്ങിയപ്പോഴാണ് ഞങ്ങൾ വന്നത്. എല്ലാവരും കാണും റന കേട്ടോ. പക്ഷെ നീ ഒന്നും സംസാരിച്ചില്ല. ഇന്നലെ ഞങ്ങൾക്ക് വഴികാട്ടിയായത് ജംഷിയാപ്പാണെങ്കിൽ ഇന്ന് ലാലയാണ്. ലാലയുടെ പെങ്ങള് റിസുവിൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. അവളുടെ വീട് പുഴക്കരയിലാണ്. എന്തോ ഒരു പുഴൻ്റെ പേര് പറഞ്ഞിരുന്നു, ഞാൻ മറന്നുപോയി. പിന്നെ അവിടെ ഒരുപാട് ചെടികളും പൂക്കളും ഒക്കെ അവൾ നട്ടു വളർത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു പൂച്ചക്കുട്ടൻ കിടന്നുറങ്ങുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ പൂച്ച ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. റിസുവിൻ്റെ വീട്ടിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത്. ഇവിടെ ഇപ്പോൾ ബോട്ടിങ്ങും കയാക്കിങ്ങും ഒക്കെ ഉണ്ട്. ഇവിടെ വേറെയും ഒരുപാട് ചെടികളുണ്ട്. ഇവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ശംഖുപുഷ്പത്തിന്റെ വെള്ള വെറൈറ്റിയെ കാണുന്നത്. ലാര വീട്ടിൽ പട്ടിനെ കെട്ടിയുടെ പൂച്ചനെ കെട്ടിയിട്ടിട്ടുണ്ട. പിടിച്ചാ കിട്ടില്ല. കാട്ടിലേക്ക് പോകും. റിസന്റെ പൂച്ച, റിസന്റെ ഉമ്മാമാന്റെ മോളാണ് റിസ അല്ലേ. റിസ എത്രല്ല പഠിക്കുന്നേ? 5 പഠിക്കാടെ. ഇവർക്ക് ചെറിയൊരു കുട്ടി, താഴെ ഒരു കുട്ടി ആലിമ. ഞാൻ മദ്രസയിൽ പോയിട്ട് വന്നിട്ടില്ല. വന്നിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. രാവിലെ പോകാൻ നേരത്ത് വീഡിയോ എടുക്കാൻ. ഇവിടെ പൂച്ചയായിട്ട് നമ്മൾ കണ്ടത്. അപ്പൊ ബൈ അല്ലേ, കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ കരിങ്കല്ലത്താണിയിലേക്ക് വിട്ടു, ഉപ്പാപ്പാനെയും ഉമ്മാമനെയും കൊണ്ട്. ഈ നീലാകാശത്തിന് കീഴെ കറുത്ത റോഡ് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം വണ്ടി ഓടിക്കാൻ. കാരണം ഇത്രയും സമയം മുന്നിൽ നിന്ന് വരുന്ന വണ്ടി കണ്ട് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. മുമ്പ് വണ്ടി ഓടിക്കാറുണ്ടെങ്കിലും കുറേ നാളിന് ശേഷം എടുക്കുമ്പോൾ ഒരു പേടി. പിന്നെ വണ്ടി ഓടിച്ചില്ലെങ്കിൽ എൻ്റെ ഇൻ്റർനാഷണൽ ലൈസൻസ് ചെങ്ങലയുണ്ട്, തളക്കാൻ ആനയില്ല എന്ന് പറഞ്ഞ പോലെ ആവൂലേ. പിന്നെ എല്ലാ ലേഡീസിനോടും ഞാൻ എന്നും പറയുന്ന പോലെ ഡോറ് തുറന്ന് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയാൽ മാറുന്ന പേടി തന്നെ ഉള്ളൂ എല്ലാവർക്കും. നിങ്ങൾ വണ്ടി ഓടിച്ചില്ല എന്ന് വെച്ചിട്ട് ഒരു നഷ്ടം ഉണ്ടാവില്ല നിങ്ങൾക്കൊഴിച്ച്. വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഓടിച്ച് തന്നെ കിട്ടണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡ്രൈവിങ് എൻജോയ് ചെയ്യുക. കണ്ടില്ലേ, നല്ല മഴയും. ഇങ്ങനെ മഴയത്ത് നനയാതെ മനസ്സ് നനഞ്ഞെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ല കേട്ടോ, മനസ്സ് കുളിർന്ന് ഓടിച്ച് പോകണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ഫീൽ കിട്ടുക. അപ്പോൾ ശരി, വീഡിയോ അതിൻ്റെ ചെയ്യാൻ സമയമായി. മനസ്സ് കുളിരെ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. ബൈ.